കാഞ്ഞങ്ങാട് അരൈ എരത്തുമുണ്ടിയ ദേവാലയം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ നടക്കും. ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. താന്ത്രിക അനുഷ്ഠാന ചടങ്ങുകൾക്ക് പുറമെ വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് അരൈ എരത്തുമുണ്ടിയ ദേവാലയത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം നടക്കുന്നത്. ശ്രീ എരത്തുമുണ്ടിയ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠയും ബ്രഹ്മകലശ മഹോത്സവവും കളിയാട്ടവും നവംബർ 30 മുതൽ ഡിസംബർ 5 വരെ വിവിധ ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ്. നവംബർ 30 മുതൽ ഡിസംബർ 5 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് 30 രാവിലെ 10 മണി മുതൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. 12 മണിക്ക് അന്നദാനം, വൈകുന്നേരം 4 മണിക്ക് ആചാര്യ വരവേൽപ്പും തുടർന്ന് വിവിധ പൂജാതി കർമ്മങ്ങളും, 7 മണിക്ക് കലാപരിപാടിയുടെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും പെരിയ എസ് എൻ കോളേജ് ചെയർമാൻ രാജൻ പെരിയ നിർവഹിക്കും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളെ പരിപാടിയിൽ ആദരിക്കും. രാത്രി 8 മണിക്ക് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തിരുവാതിര, നാട്ടരങ്ങ് എന്നിവ അരങ്ങേറും. ഡിസംബർ 1 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. VK സുരേഷ് ബാബു കണ്ണൂർ മുഖ്യപ്രഭാഷണം നടത്തും. രാത്രി 8:30 തിരുവനന്തപുരം അജന്തയുടെ വംശം നാടകവുമുണ്ട്. നവംബർ 2 രാവിലെ 9:48 മുതൽ 11:42 വരെയുള്ള മുഹൂർത്തത്തിനാണ് പുനഃപ്രതിഷ്ഠ. തന്ത്രി മേക്കാട്ടില്ലത്ത് പത്മനാഭ പട്ടേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3 മണിക്ക് പൂരക്കളി സെമിനാറും പ്രദർശനവും, തുടർന്ന് വാർത്തുകളി, പൂരക്കളി പ്രദർശനം എന്നിവ നടക്കും. വൈകിട്ട് 5:30 വിളക്ക് പൂജ. രാത്രി 8:30 അരൈ തത്വമസി കലാസാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കലാസന്ധ്യ അവതരിപ്പിക്കും. നവംബർ 3 രാവിലെ നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിക്കും. വൈകിട്ട് 4:30 സന്ധ്യാവേല, തുടർന്ന് തെയ്യംകൂടൽ. 7 മണിക്ക് യൂത്ത്സ് ഓഫ് മുണ്ടിയ അരൈ സെന്ററിന്റെ നേതൃത്വത്തിലുള്ള അനുമോദന ചടങ്ങ്. ശേഷം പയ്യന്നൂർ ഹാർബീറ്റ്സ് ഓർക്കസ്ട്രയുടെ മ്യൂസിക്കൽ നൈറ്റ്. നവംബർ 4 രാവിലെ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വൈകിട്ട് 7:30 തെക്കേപ്പുറം കാഴ്ചാസമിതിയുടെ നേതൃത്വത്തിൽ മാതൂത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന വർണ്ണശബളമായ തിരുമുൽക്കാഴ്ചയുമുണ്ട്. 8 മണിക്ക് പതിക്കാൽ ചാമുണ്ടിയമ്മയുടെ സന്നിധിയിൽ തെയ്യംകൂടൽ. സമാപന ദിവസമായ ഡിസംബർ 5 രാവിലെ മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. വൈകിട്ട് 3:30 ലോകനാഥൻ വിഷ്ണുമൂർത്തി തിരുസന്നിധിയിലെത്തും. 5 മണിക്ക് വിഷ്ണുമൂർത്തിയുടെയും പതിക്കാൽ ചാമുണ്ടിയുടെയും കൂടിക്കാഴ്ച. തുടർന്ന് എഴുന്നള്ളത്തും തേങ്ങയേറും തുലാഭാരവും. രാത്രി 10 മണിക്ക് വടക്കേൻ വാതിൽ ചടങ്ങോടുകൂടി മഹോത്സവം സമാപിക്കും. മഹോത്സവ കാര്യങ്ങൾ അറിയിക്കാനായി വ്യാഴാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ, വർക്കിംഗ് ചെയർമാൻ A കൃഷ്ണൻ, ട്രഷറർ നാരായണൻ പുല്ലൂർ, ക്ഷേത്രം പ്രസിഡന്റ് കുമാരൻ അള്ളോത്ത്, സെക്രട്ടറി C കുഞ്ഞികൃഷ്ണൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ CK വത്സലൻ, വൈസ് ചെയർമാൻ EV വിജയൻ, കൺവീനർ KV മോഹനൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പവിത്രൻ എഞ്ചിനീയർ ഞാണിക്കടവ്, കൺവീനർ രഘുവി നാരായണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.